നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ചാമരിയാണ് കേട്ടോ. ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ നല്ല ഒരു മില്ലറ്റാണ് ചാമ എന്നറിയാലോ. അതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ വെക്കണേ. നല്ല സൂപ്പർ ഹെൽത്തിയാണ്, ഉണ്ടാക്കാം കേട്ടോ. ഇത് ചാമരിയാണ് കേട്ടോ, ചാമയുടെ അരി. ഒരു 3/4 ഗ്ലാസ് അരി എടുക്കാം. 2 പേർക്ക് കുടിക്കാൻ ഇതുകൊണ്ട് മതിയാകും കേട്ടോ. ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. എത്ര അരി കഞ്ഞി വെച്ചാൽ 2 പേർക്ക് കുടിക്കാനുള്ളതുണ്ടാവും കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടു. അതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചു. അരിമണിയാണ്, ഒറ്റ മണിയും പോവാൻ പാടില്ല. അതിലേക്ക് ഉലുവ കുതിർത്തിയത് 1 സ്പൂണ്, 1 ടീസ്പൂൺ ഉണ്ടായിരുന്നു, അത് അതിലിട്ടു. നമ്മൾ സാധാരണ ഉലുവക്കഞ്ഞി വയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതും, ചാമയാണെന്ന് മാത്രം. കുക്കറിൽ ഇട്ട് വെള്ളമൊഴിച്ച് അടച്ചു വെച്ചു. കഞ്ഞിക്ക് കറിയായിട്ട് കോവയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചു. കോവയ്ക്ക ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ്. കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി നുറുക്കുകയാണ്. നുറുക്കി വെച്ചു. കറിവേപ്പിലയും അതിൽ ചേർത്ത് വെച്ചു. ചീനച്ചട്ടി ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. കോവയ്ക്കതായി ഇങ്ങനെ വട്ടത്തിൽ മുഴുവനും നുറുക്കിയെടുക്കണം. ചൂടായി വെളിച്ചെണ്ണ. ഉള്ളിയിടാം. ഉള്ളിയിട്ടു. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഉള്ളി ഇളക്കണം. അപ്പോഴേക്കും നമുക്ക് കോവയ്ക്ക മുഴുവനും നുറുക്കിയെടുക്കാം. കണ്ടോ, നല്ലോണം ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട് ഉള്ളി. കോവയ്ക്ക ഇട്ടു മുഴുവനും. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. ഒന്ന് ഇളക്കി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടു. വീണ്ടും ഇളക്കി ചേർക്കാം. ഇപ്പം മഞ്ഞളും ഉപ്പും ഒക്കെ വെളിച്ചെണ്ണയും എല്ലാം നന്നായിട്ട് ചേരട്ടെ. കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അതും നന്നായിട്ട് ഇളക്കി ചേർക്കാം. വെളിച്ചെണ്ണ മാത്രം മതി, വെള്ളം ഒഴിക്കേണ്ടതില്ല. നന്നായിട്ട് ഇളക്കി മറിച്ച് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചു. ഇനി നമ്മുടെ കഞ്ഞി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ചാമക്കഞ്ഞി വെന്തോ നോക്കണം. തുറന്ന് നോക്കി. ദാ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇപ്പോൾ പാകമാണ്. അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിക്കണം. ഉലുവ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഉലുവക്കഞ്ഞിയിൽ നാളികേരപ്പാൽ ഒഴിക്കണം, നല്ലതാണ്. നാളികേരം മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ പാൽ അതിലേക്ക് ഒഴിച്ചു. നന്നായിട്ട് അരിപ്പയിൽ അരിച്ച് ഒഴിച്ചു നാളികേരപ്പാൽ. ഇളക്കി നോക്കാം. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ പാകമാണ്. പതുക്കെ ഒന്ന് തിളച്ചോട്ടെ. മെല്ലെ, അധികം തിളയ്ക്കണ്ട, മെല്ലെ മെല്ലെ. ബാക്കിയുള്ളതും കൂടി അരിച്ചൊഴിച്ചു കേട്ടോ.
ഇതാ പതുക്കെ ചൂടായിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഉപ്പേരി മാറ്റി വയ്ക്കാം കേട്ടോ. അത് വെന്തിട്ടുണ്ട് നന്നായിട്ട് കണ്ടോ. അപ്പോൾ മെഴുക്ക് പുരട്ടി, അതായത് കോവയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്കുള്ള ഒരു കൂട്ട് അടച്ച് വയ്ക്കാം. കഞ്ഞി നോക്കട്ടെ കേട്ടോ. പാലൊഴിച്ച് കഴിഞ്ഞു. ഒന്ന് പതുക്കേനെ തിളയ്ക്കും. വെള്ളമൊക്കെ നല്ല പാകമാണ്. ഇത്തിരി ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ട്, കുറച്ച് ഉപ്പ്, അതായത് നമ്മുടെ റോക്ക് സോൾട്ടാണ് ഇട്ടിരിക്കണത്. ഒരു തുള്ളി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചില ആൾക്കാർ ഇതിൽ ഉള്ളി മുപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാൻ വെറുതെ ഇത്തിരി നെയ്യ് ഒഴിച്ച് മാത്രമേ ഉള്ളൂ. ഉപ്പൊക്കെ പാകമാണ്. കഞ്ഞി കുടിക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഇന്നത്തെ ശരിക്കും വരുന്നില്ല കഞ്ഞിയില്ലേ, അതേപോലെ കഞ്ഞാട്ടാ. ചാമയാണ് മാത്രമേ ഉള്ളൂ. ഉലുവുണ്ട്. കോവക്കപ്പൊടി കേട്ടോ. നെല്ലിക്കക്കറി. ഞാൻ ഇഞ്ചി തേരുണ്ടാക്കാന്ന് വിചാരിച്ച നാളികേരം പാൽ ഒഴിച്ചിട്ടുണ്ട്. സ്വാദില്ലേ. പിന്നെ ഒരു സാധനം ഒഴിച്ചിട്ടുണ്ട്. എന്താന്ന് പറയാൻ പറ്റുമോ? ടേസ്റ്റ് ചെയ്ത് പറയൂ. നെയ്യ് ടേസ്റ്റ് ഉണ്ടോ? ഇതിൻ്റെ നോക്കൂ. അടിപൊളിയാണോ? കേട്ടോ. വലിയ കേട്ടോ. അധികമൊന്നുമില്ല. കറക്റ്റ് നമ്മൾ 3/4 ഗ്ലാസ് ആയിട്ടുള്ളൂ. നമ്മുടെ കറക്കട മാസം വെക്കല് ഉലുവ കഞ്ഞി. അത് അരിയാന്ന് മാത്രം, ഉണക്കല്ല മാത്രം. സാധനമാണ് മാത്രം. ഓരോ മണിക്കും വിലയുണ്ടെന്ന് പറയില്ലേ. അരി വെന്ത് അരിയായി വെന്തിട്ട് തന്നെ കളയേ നിങ്ങൾ എന്ന് പറയില്ലേ. മാമ്പഴ കൂട്ടാണോ? ആണോ? പണ്ട് ഞങ്ങൾ കോൺവെൻറ്റിൽ താമസിക്കുമ്പോഴേ ഇങ്ങനെ ബോർഡിങ്ങിൽ എന്നും ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരണമെന്നുണ്ട്. ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ചെല്ലാം 3 മേശയുണ്ട്. ഒരു മേശ ടീച്ചർമാരുടെ, ഒരു മേശ കുട്ടികളുടെ, 2 മേശ കുട്ടികളുടെ. അവർക്ക് എല്ലാവർക്കും നിശ്ചിതമായ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുമ്പ്, 1 മണിയേക്കാളും മുമ്പ് പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഈ ആഹാരത്തിന് ഞങ്ങളിന്നും നന്ദി പറയുന്നു എന്ന് കഴിയും. അതിന് കഞ്ഞി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എണീക്കില്ലേ, അപ്പോൾ പറയും, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ആഹാരത്തിന് ഞങ്ങളെന്നും അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കും എന്ന് പറയും. എന്നും പറയും. നമ്മളും പറയുന്നുണ്ട്. അടിപൊളി. ആ ഉലുവയുടെ കയ്പുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ആഹാരം. അപ്പം നമ്മുടെ മാവിൻ്റെ മാമ്പഴം കൊണ്ട് കൂട്ടാൻ വെച്ചത് കേട്ടോ. ചേട്ടൻ്റെ കയ്യിലുള്ളത് നമ്മുടെ കോവലിൻ്റെ കോവയ്ക്ക. കയ്യനാട് തന്നെ കണ്ട് പന്തലുമ കയറണം. പന്തലുണ്ടോ അവിടെ? ഇന്നത്തെ ഭക്ഷണം നമ്മുടെ ഷുഗർകാർക്കും പ്രഷറുകാർക്കുള്ളതാട്ടോ.
ഹെൽത്തി ഫുഡ് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.